the most inefficient government Kerala has ever seen. ഈ സംസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും കഴിവുകെട്ട ഗവൺമെന്റുകളിൽ ഒന്നാം സ്ഥാനമാണ് ഈ രണ്ടാം പിണറായി സർക്കാരിനുള്ളത്. അവര് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി, നികുതി പിരിക്കാതെ നികുതി സംവിധാനങ്ങളെ താറുമാറാക്കി, വികസന പദ്ധതികളെ തുരങ്കം വെച്ച് ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കി. KSCB, KSRTC, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, സപ്ലൈകോ, കേരളത്തിന്റെ അഭിമാനകരമായ സ്ഥാപനങ്ങളെ കടത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ട ഗവൺമെന്റാണ്. എന്നിട്ടാണ് അവരിപ്പോ കോൺക്ലേവ് നടത്തി ഉള്ള കാശ് എടുത്തിട്ട് വീണ്ടും കോൺക്ലേവ് നടത്തുകയാണ്. കശുവണ്ടി കമ്പനികൾ 99% പൂട്ടിക്കിടക്കുന്ന കൊല്ലത്ത് പോയി കശുവണ്ടി കോൺക്ലേവ് നടത്താനുള്ള തൊലിക്കെട്ടി ഈ സർക്കാരിനല്ലാതെ വേറെ വല്ലവർക്കും ഉണ്ടാവോ? കയർ തൊഴിലാളികളുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ സങ്കടം അവരനുഭവിക്കുമ്പോൾ ആലപ്പുഴയിൽ പോയി കയർ കോൺക്ലേവ് ഒടുക്കത്തെ പോക്ക് പോവാണ്. ഇനി എന്തിനാ കോൺക്ലേവ് നടത്തുന്നത്? വികസന സദസ്, സെമിനാർ, കോടികൾ ചെലവഴിക്കുകയാണ്. കോടികൾ. അയ്യപ്പ സംഗമത്തിന് 8 കോടി രൂപ എന്നാണ് പറയുന്നത്. ഓരോന്നിനും മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ 2.5 കോടിയായെന്ന് പറയുന്നു. ആര് കൊണ്ടുപോകുന്നു ഈ പൈസയൊക്കെ? ഇതൊക്കെ ആരെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ പരിപാടി നടത്തിയല്ലോ. ഞങ്ങളിവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളെ കൊണ്ടുവന്ന് ആരോഗ്യ രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും വലിയ പരിപാടി നടത്തിയല്ലോ. ഞങ്ങൾക്കൊന്നും കോടികളായില്ലല്ലോ. ഒരുപാട് പേര് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും വിദേശത്ത് നിന്നും വന്നല്ലോ ഞങ്ങളുടെയൊക്കെ പരിപാടിക്ക്. ഈ കോടികളൊന്നും ഞങ്ങൾക്കായില്ലല്ലോ. ആര് കൊണ്ടുപോവാണ്? ബാക്കിയുള്ളത് കൂടി പോണ പോക്കിന് ഒരു പോക്കുണ്ടല്ല, ആ പോക്കില് മുഴുവൻ കൂടി തൂത്തുവാരി കൊണ്ടുപോകുന്ന പോക്കാണ് കാണുന്നത്. ഇപ്പോഴാണ് കേരളത്തെ നന്നാക്കിയെടുക്കാൻ 31-ലെ കേരളം എന്തായിരിക്കണം, ഒരു 25-ലെ കേരളം എന്താണെന്ന് ആദ്യം ഒന്ന് നോക്ക്. എന്നിട്ട് മതി 31-ലെ കേരളത്തെ നന്നാക്കാൻ. ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ PR ഏജൻസികളുടെ പിന്തുണയോടുകൂടി നടത്തുന്ന 2026-ലെ കനത്ത തോൽവി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിഭ്രാന്തിയാണ് ഈ കാണിക്കുന്നതെല്ലാം. എവിടെ എന്ത് കിട്ടിയാലും അടിച്ചു മാറ്റുകയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പമെങ്കിൽ അത്, കഥകെങ്കിൽ കഥക്, കട്ടളെങ്കിൽ കട്ടള. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് ആട്ടി ഓടിക്കാൻ. 2026-ൽ 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതുവരെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊന്നും കിട്ടുമെന്ന്. സമരം ചെയ്യാ, കിട്ടാനൊന്നും പോകുന്നില്ലെന്നും അതൊന്നും പേടിക്കണ്ട. സമരം ചെയ്തോ, സമരം ചെയ്ത ഒരു സമാധാനമുണ്ട്. അത് എന്നാളില്ലല്ലോ ഇത്.